തൃശൂർ കയ്പമംഗലത്ത് CPM ഓഫീസ് RSS പ്രവർത്തകർ തീയിട്ട് നശിപ്പിച്ചു. ഇടയ്ക്കിലങ്ങിൽ ഉള്ള ലോക്കൽ കമ്മിറ്റി ഓഫീസാണ് തകർത്തത്. BJP ഹർത്താലിനിടെയാണ് സംഭവം. വിശദാംശങ്ങളുമായി ദിൽജിത്ത് ചേരുന്നു. ദിൽജിത്ത്, ഇപ്പോൾ സ്ഥിതി എങ്ങനെയാണ്? നിയന്ത്രണ വിധേയമാണോ? ആക്രമണം ഏത് സമയത്തായിരുന്നു? മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്? സജീഷ്, കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട BJP പ്രവർത്തകന്റെ സംസ്കാര ചടങ്ങിന് പിന്നാലെ എത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെയാണ് BJP പ്രവർത്തകർ ഇടവിലങ്ങ് CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചത്. ആക്രമിച്ച ശേഷം ഓഫീസ് പൂർണ്ണമായും തകർത്ത BJP പ്രവർത്തകർ ഓഫീസ് തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ സ്ഥലത്ത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ പോലീസ് സന്നാഹങ്ങളെ എത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വോട്ടെണ്ണൽ ദിനത്തിലാണ് LDFന്റെ ആഹ്ലാദ പ്രകടനത്തിനിടെ ഇത്തരത്തിൽ പരിസരത്ത് സംഘർഷമുണ്ടായത്. CPM പ്രവർത്തകരാണ് കൊല്ലപ്പെട്ട പ്രദീപിനെ മർദ്ദിച്ചത് എന്നതടക്കമുള്ള പ്രബോധനെ മർദ്ദിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് BJP പ്രവർത്തകർ രംഗത്തെത്തിയത്. ഇതിന്റെ പേരിലാണ് ഇത്തരത്തിൽ ഇന്നലെ മരണം സംഭവിച്ചതിന് ശേഷം BJP പ്രവർത്തകർ ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ഈ സമയത്ത് തന്നെ ജില്ലാ കളക്ടർ A. രതീശൻ സംഘർഷ സാധ്യതകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രദേശത്ത് നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരുന്നു. ഈ നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ടാണ് ഇന്ന് രാവിലെ പ്രമോദിന്റെ മൃതദേഹവുമായിട്ടുള്ള വിലാപയാത്ര കടന്നുപോയതിനു ശേഷം ഈ BJP പ്രവർത്തകർ വീടിന് സമീപത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ റാലിയാണ് CPIM ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ ഓഫീസ് പൂർണ്ണമായും തകർത്ത BJP പ്രവർത്തകർ ഓഫീസിന് തീയിട്ട് നശിപ്പിക്കുകയും സമീപത്തെ ചുമട്ടുതൊഴിലാളി ഓഫീസ് CITന്റെ ഓഫീസ് അടിച്ചു തകർക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ സ്ഥലത്ത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ പോലീസിനെ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. സിജി ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്. നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ സന്ദർശിച്ചു. മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ VSൽ നിന്നും ഭരണതലത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അഭിപ്രായം തേടാനുമാണ് എത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ മാസം 25-ന് LDF സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും പിണറായി വ്യക്തമാക്കി. UDF സർക്കാരിൻ്റെ കാലത്ത് നടന്ന അഴിമതികൾ പുറത്തു കൊണ്ടുവരികയും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നത് LDF സർക്കാരിൻ്റെ കർത്തവ്യമാണെന്ന് VS പിന്നീട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങൾക്കൊപ്പം തുടർന്നും താൻ ഉണ്ടാകുമെന്നും VS വ്യക്തമാക്കി. രാവിലെ 9:30 CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനൊപ്പമാണ് പിണറായി വിജയൻ VSനെ കാണാനെത്തിയത്. 10 മിനിറ്റ് നേരം കൂടിക്കാഴ്ച നീണ്ടു. പ്രായോഗിക പരിജ്ഞാനമുള്ള നേതാവാണ് VS എന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഭരണത്തിൽ VSനുള്ള അനുഭവ സമ്പത്തും അഭിപ്രായവും തേടാനാണ് താൻ എത്തിയത്. മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച ശേഷം പിണറായിയുടെ ആദ്യ പരിപാടിയായിരുന്നു VSുമായുള്ള കൂടിക്കാഴ്ച. ഈ മാസം 25-ന് LDF സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാരണം അദ്ദേഹമാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പദം വഹിച്ചിട്ടുള്ള പ്രായോഗിക അനുഭവമുള്ള പാർട്ടി നേതാവ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കാര്യങ്ങൾ സാവകാശം മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഞാനാണെങ്കിൽ ഒരു പുതുക്കക്കാരനാണെന്ന് തന്നെ പറയാവുന്ന മട്ടിലുള്ള ഒരാളാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള സന്ദർശനത്തെ ആണിത്. അതുകൊണ്ട് 25-നാണ് നമ്മുടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് പരിപാടി നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. 25-ന് വൈകുന്നേരം. ജനകീയ ഇടപെടലുകളുമായി തുടർന്നും താൻ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ ചുമതല ഒഴിയുന്നതിന് മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് VS ഇക്കാര്യം പറഞ്ഞത്. UDF സർക്കാരിൽ അഴിമതി നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ LDF സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ജിഷയുടെ ഘാതകർ അറസ്റ്റിലാകുന്ന കാലം വിദൂരമല്ലെന്നും VS പറഞ്ഞു. LDF വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നടപ്പാക്കുമെന്നും അതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും VS വ്യക്തമാക്കി. ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ചുള്ള ഭരണം നൽകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അവസരം നൽകിയ എല്ലാ കേരളീയരോടും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും ജനകീയ വിഷയങ്ങളിലും ഇടതുപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച് ഞാൻ കേരളത്തിലെ ജനങ്ങളുടെ കാവലാളായി നിലകൊള്ളുമെന്നും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും സന്ദർശിച്ചു. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനൊപ്പമായിരുന്നു പിണറായിയുടെ സന്ദർശനം. കൂടിക്കാഴ്ചയിൽ ഉമ്മൻചാണ്ടിയെ LDF സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് പിണറായി ക്ഷണിക്കുകയും ചെയ്തു.
നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ കന്റോൺമെന്റ് ഹൌസിൽ VS അച്യുതാനന്ദനെ സന്ദർശിച്ച ശേഷമാണ് CPI ആസ്ഥാനമായ MN സ്മാരകത്തിലെത്തിയത്. MN സ്മാരകത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, മുതിർന്ന നേതാക്കളായ പന്ന്യൻ രവീന്ദ്രൻ, KE ഇസ്മായിൽ, ബിനോയ് വിശ്വം തുടങ്ങിയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പിണറായിക്കൊപ്പമുണ്ടായിരുന്നു. 15 മിനിറ്റോളം നീണ്ടുനിന്നു കൂടിക്കാഴ്ച. തീർത്തും സൗഹാർദ്ദപരമായിരുന്നു കൂടിക്കാഴ്ചയെന്ന് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇപ്പോൾ ഞങ്ങൾ ഒരു സൗഹൃദ സംഭാഷണം നടത്തിയത് മാത്രമാണ്. അത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ ഡിസ്കസ് ചെയ്തില്ല. അതെ, അതൊക്കെ LDF കഴിഞ്ഞിട്ട് പറയുന്നതാണ് നല്ലത്. മദ്യനയം സംബന്ധിച്ചും മന്ത്രിസഭ സംബന്ധിച്ചുമുള്ള കാര്യങ്ങൾ LDF ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. MN സ്മാരകത്തിൽ നിന്നും നേരെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അടുത്തേക്ക് ജഗതിയിലെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയാണ് പിണറായി ഉമ്മൻചാണ്ടിയെ കണ്ടത്. കൂടിക്കാഴ്ചയിൽ LDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ഉമ്മൻചാണ്ടിയെ ക്ഷണിച്ചതായി പിണറായി പറഞ്ഞു. ഇല്ല, തൊട്ട് മുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുമായിട്ട് സൗഹൃദം പങ്കിട്ടു എന്നതേ ഉള്ളൂ. പുതിയ ഗവൺമെൻറ് വരുമ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. അതാണ്. പിന്നെ അതിനല്ലേ പ്രധാനമായും വന്നത് തന്നെ. LDF സർക്കാർ അധികാരത്തിലേറുന്ന സാഹചര്യത്തിൽ എല്ലാവരുടെയും പിന്തുണ ഉറപ്പിക്കുകയായിരുന്നു കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CPIM-ന് BJP-യുടെ ഭീഷണി. രാജ്യം ഭരിക്കുന്നത് BJP ആണെന്ന് CPIM ഓർക്കണമെന്ന് രവിശങ്കർ പ്രസാദ്. ആക്രമണങ്ങളെ പാർലമെന്റിനകത്തും പുറത്തും നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. And I would like to warn the CPM that the BJP is ruling India, but let them be very clear that the violence, attack over the RSS Swayamsevak and BJP workers will not be tolerated. And if it does not stop, and if proper action is not taken, then we will fight on the streets inside the parliament. And let the CPM know that the BJP is ruling the country. വിശദാംശങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നു. സന്തോഷ്, ഏത് രീതിയിലാണ് രവിശങ്കർ പ്രസാദ് സംസാരിച്ചത്? പ്രജീഷ്, ഇന്ന് 2:30 BJP ദേശീയ ആസ്ഥാനത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് കേന്ദ്രമന്ത്രിയും BJP-യുടെ വക്താവുമായ രവിശങ്കർ പ്രസാദ് CPM-നെതിരെ ഭീഷണിയുമായി രംഗത്തെത്തിയത്. കേരളത്തിൽ സംഘപരിവാർ പ്രവർത്തകർക്ക് നേരെ വ്യാപക ആക്രമണം നടക്കുന്നു എന്നാണ് രവിശങ്കർ പ്രസാദ് വാർത്താസമ്മേളനത്തിൽ അവകാശപ്പെട്ടത്. ഇതിനെതിരെ പാർലമെന്റിനകത്തും പുറത്തും CPM-നെ നേരിടും. നിലവിൽ 14 സംസ്ഥാനങ്ങളും കേന്ദ്രവും ഭരിക്കുന്നത് BJP ആണെന്ന് CPM ഓർക്കണമെന്നും രവിശങ്കർ പ്രസാദ് പറയുകയുണ്ടായി. നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കിടയിൽ BJP നേതാക്കൾ പലതവണ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് കേരളത്തിൽ സംഘപരിവാറിനെതിരെ CPM-ന്റെ ആക്രമണം നടക്കുന്നു എന്ന തരത്തിലുള്ള പല പ്രസ്താവനകൾ നടത്തുകയും പരാതികൾ നൽകുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അതെല്ലാം ജനം തെരഞ്ഞെടുപ്പിൽ തള്ളിക്കളഞ്ഞു. ഇതിന്റെ കനത്ത നിരാശയിലാണ് BJP കേന്ദ്ര നേതൃത്വം. കൂടാതെ സംസ്ഥാനത്തു നിന്നും തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ചില പ്രാഥമിക കണക്കുകൾ കഴിഞ്ഞ ദിവസം കേന്ദ്ര നേതൃത്വത്തിന് ലഭിക്കുകയും ചെയ്തു. പല മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന്റെ ശക്തമായ മുന്നേറ്റം BJP-യുടെ മുന്നിലിടിച്ചു എന്നാണ് വിലയിരുത്തൽ. ഇതിന് പിന്നാലെയാണ് ഭീഷണിയുമായി ഇപ്പോൾ രവിശങ്കർ പ്രസാദ് തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. സന്തോഷ് സർലിംഗാണ് വിശദാംശങ്ങൾ നൽകിയത്. LDF സർക്കാർ പുതിയ മദ്യനയം പ്രഖ്യാപിക്കുമെന്ന് കാനം രാജേന്ദ്രൻ. നിലവിലെ മദ്യനയം ഉമ്മൻചാണ്ടിയുടെ തട്ടിപ്പ് നയം. മദ്യനിരോധനം ഉട്ടോപ്യൻ സങ്കല്പമാണെന്നും അദ്ദേഹം പറഞ്ഞു. മദ്യനിരോധനമല്ല ഞങ്ങളുടെ ലക്ഷ്യം, മദ്യവർജനമാണ്. കേരളത്തിന് ഒരു സാമൂഹ്യ വിപത്താണ് മദ്യം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. പടിപടിയായി അതിൻ്റെ ഉപഭോഗം കുറച്ചു കൊണ്ടുവരാനുള്ള ഒരു നയം, ഒരു നടപടിയും LDF-ൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. കേരളത്തിൽ മദ്യം ഇഷ്ടം പോലെ ലഭിക്കുന്നുണ്ട്. അതിനുള്ള സൗകര്യം ഈ നയത്തിലുണ്ട്. ഇത് ഉമ്മൻചാണ്ടിയുടെ തട്ടിപ്പ് നയമാണ്. ആ നയത്തിനെതിരായിട്ടാണ് ഈ ജനവിധി. UDF-ന്റെ മദ്യനയം തെറ്റെന്ന് K. സുധാകരൻ. ഘട്ടം ഘട്ടമായാണ് മദ്യനയം നടപ്പാക്കേണ്ടത്. ബാറടച്ചാൽ സ്ത്രീകളുടെ വോട്ട് കിട്ടുമെന്നത് തെറ്റായ ധാരണയായിരുന്നു. കോൺഗ്രസ് സംഘടനാ സംവിധാനം തെറ്റെന്നും തോൽവിയുടെ ഉത്തരവാദിത്തം പാർട്ടിയുടെ നേതാക്കൾക്കാണെന്നും K. സുധാകരൻ പറഞ്ഞു. പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം മുറുകുന്നു. ഘടകകക്ഷികളുടെ പിന്തുണയോടെ ഉമ്മൻചാണ്ടിയെ തന്നെ നേതൃസ്ഥാനത്തെത്തിക്കാനാണ് A ഗ്രൂപ്പിന്റെ നീക്കം. നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷമുള്ളവരാണ് പ്രതിപക്ഷ നേതാവാകേണ്ടതെന്ന കടുത്ത നിലപാടാണ് I ഗ്രൂപ്പിന്. KPCC തലപ്പത്ത് മാറ്റം വേണമെന്നും ഇരു ഗ്രൂപ്പുകളും ആവശ്യപ്പെടും.
പ്രതിപക്ഷ നേതൃസ്ഥാനം വേണ്ടെന്ന് പരസ്യമായി പറയുമ്പോഴും ഉമ്മൻചാണ്ടിയെ നേതാവാക്കാനുള്ള ചരടുവലികൾ എ ഗ്രൂപ്പ് ശക്തമാക്കി. പ്രമുഖ എ ഗ്രൂപ്പ് നേതാക്കൾ രാവിലെ ഉമ്മൻചാണ്ടിയുടെ വസതിയിൽ യോഗം ചേർന്നു. മുസ്ലിം ലീഗിന്റെയും KM മാണിയുടെയും പിന്തുണയോടെ ഉമ്മൻചാണ്ടിയെ പ്രതിപക്ഷ നേതാവാക്കാനാണ് നീക്കം. അതേസമയം കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷമുള്ള സാഹചര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഐ ഗ്രൂപ്പ് തയ്യാറാകില്ല. 12 MLA-മാരുടെ പിന്തുണയോടെ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകുമെന്ന് ഐ ഗ്രൂപ്പിലെ പ്രമുഖർ പറയുന്നു. എ ഗ്രൂപ്പിന് പരമാവധി 8 MLA-മാരുടെ പിന്തുണയേ ഉള്ളൂ. ഘടകകക്ഷികൾ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടേണ്ടെന്നും ഐ ഗ്രൂപ്പ് നിലപാടെടുക്കുന്നു. ഹൈക്കമാൻഡ് ഇടപെടൽ വഴി ഉമ്മൻചാണ്ടിയെ നീക്കാമെന്നാണ് സുധീരന്റെ കണക്കുകൂട്ടൽ. പാർട്ടി ഹൈക്കമാൻഡുമായി സംസാരിച്ച് അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ ഞാൻ ഇന്നലെ AICC ജനറൽ സെക്രട്ടറി ശ്രീ മുകുൾ വാസ്നിക്കുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം വരും. പരാജയത്തോടെ കോൺഗ്രസ് തലപ്പത്ത് മാറ്റം വേണമെന്ന ആവശ്യവും AI ഗ്രൂപ്പുകൾ ശക്തമാക്കി. സുധീരന്റെ നിലപാടുകൾ പരാജയത്തിന് കാരണമായെന്ന് 2 ഗ്രൂപ്പുകൾക്കും പരാതിയുണ്ട്. തിങ്കളാഴ്ച ചേരുന്ന KPCC യോഗത്തിൽ നേതൃമാറ്റം ഉന്നയിക്കപ്പെട്ടേക്കുമെന്നാണ് സൂചന. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയനെ സന്ദർശിച്ച ശേഷം ഇപ്പോൾ O രാജഗോപാൽ സംസാരിക്കുന്നു. നിയുക്ത MLA നിയുക്ത മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി വന്നു. നിയുക്ത MLA നിയുക്ത മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി വന്നതാണ്. രണ്ടുപേരും ജനപ്രതിനിധികളാണ്, ഇത്രയും കോമണാണ്. ഒട്ടേറെ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അതിനേക്കാളേറെ കാര്യങ്ങളുടെ അഭിപ്രായ ഐക്യമുള്ളതാണ്. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും നാട്ടിൽ സമാധാനം ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഉള്ള താല്പര്യമുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും. ഒരു പുതിയ ടേം തുടങ്ങുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു നല്ല സംവിധാനം ഉണ്ടാക്കാൻ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള ഒരു സമാധാന അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കാനായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾ പങ്കുവച്ചു. നമസ്കാരം. കേരളത്തിലെ സമാധാന അന്തരീക്ഷം ഉണ്ടാവണം. എല്ലാ അഭിപ്രായങ്ങൾ, പാർട്ടി പ്രവർത്തകന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. ജയിക്കുന്ന അവസരത്തിൽ ആവേശം ഉണ്ടാവും. പക്ഷേ അത് സമാധാന ഭംഗത്തിന് കളവൊരുക്കരുത്. അധികാരത്തിൽ വരുന്ന അവസരത്തിൽ ഉത്തരവാദിത്വം കൂടുതലാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അക്രമത്തിന് ഇരയാവുന്നവരാരും, ഏത് പാർട്ടിക്കാരായാലും ഏത് മതക്കാർ ജാതിക്കാരായാലും നമ്മുടെ നാട്ടുകാർ തന്നെയാണ്. അവർക്ക് സമാധാനം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ശ്രമിക്കണം കൂട്ടായിട്ട്. അതിൽ സഹകരിക്കേണ്ടത് ആവശ്യമാണ് ആ കാര്യത്തിൽ. O രാജഗോപാൽ, BJP നേതാവ്, നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയനെ AK സെന്ററിൽ സന്ദർശിച്ച ശേഷം അദ്ദേഹം പുറത്തേക്ക് വരികയായിരുന്നു. തുടർഭരണം എന്ന പ്രതീക്ഷയുമായി ഇറങ്ങിയ UDF-ന് തോൽവിയേക്കാൾ ആഘാതമുണ്ടാക്കുന്നത് മറ്റൊന്നാണ്. ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തി തെളിയിച്ചിട്ടുള്ള 4 ജില്ലകളിൽ ഇവർ സംപൂജ്യരാണ്. മാത്രവുമല്ല, തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കോൺഗ്രസിന് കിട്ടിയത് 1 സീറ്റ് മാത്രം. കൊല്ലം, ഇടുക്കി, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലാണ് കോൺഗ്രസ് സംപൂജ്യരായി മടങ്ങിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ഭരണത്തിലെത്തിയിട്ടും അന്നും കോൺഗ്രസിന്റെ ഈ ജില്ലകളിലെ പ്രകടനങ്ങൾ സമാനമായിരുന്നു. കൊല്ലത്ത് മത്സരിച്ച 8 സീറ്റുകളിൽ 8ഇടത്തും തോൽവി ഏറ്റുവാങ്ങി. 2011 അപേക്ഷിച്ച് ഇക്കുറിയൊരു മുന്നേറ്റം കോൺഗ്രസ് കൊല്ലത്ത് പ്രതീക്ഷിച്ചിരുന്നു. ഇടുക്കിയിൽ 5 സീറ്റുകളിലെ പഴയ അപ്രമാദിത്യം ഇവിടെ ഓർമ്മയായി. കോൺഗ്രസിന്റെ കുത്തക മണ്ഡലങ്ങളെല്ലാം അവരെ കൈവിട്ടു. ഇടുക്കിയിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി ഫലം ഇതുതന്നെയാണ്. ഇടുക്കിയിൽ 2 ആണെങ്കിൽ കോഴിക്കോട് 3 തെരഞ്ഞെടുപ്പുകളിലായി കോൺഗ്രസിന്റെ ഒറ്റ സാരഥി പോലും നിലം തൊട്ടിട്ടില്ല. മുനീറും അബ്ദുള്ളയും കോഴിക്കോട് വിജയം കണ്ടുവെങ്കിലും അതൊക്കെ ലീഗിന്റെ ക്രെഡിറ്റിലേക്ക് പോകും. കാസർഗോഡും മറ്റൊന്നുമല്ല സ്ഥിതി, പൂജ്യർ തന്നെ. ഇതിനു പുറമെ പത്തനംതിട്ട, ആലപ്പുഴ, മലപ്പുറം, തൃശൂർ, വയനാട് ഇവിടെയെല്ലാം കോൺഗ്രസിന് കിട്ടിയത് ഓരോ MLA-മാരെ വീതം മാത്രമാണ്. AP അനിൽകുമാറാണ് മലപ്പുറത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി. പത്തനംതിട്ടയിൽ ശിവദാസൻ നായരെ വീണ തറപറ്റിച്ചപ്പോൾ കോന്നിയിലൊതുങ്ങി കോൺഗ്രസ്. തൃശൂരിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ കിട്ടിയ വടക്കാഞ്ചേരിയും, ആലപ്പുഴ ജില്ലയിൽ ചെന്നിത്തലയ്ക്കും, വയനാട്ടിൽ IC ബാലകൃഷ്ണനും മാത്രമാണ് ജയിക്കാനായത്.
4 സീറ്റുകളിൽ ഗോൾഡൻ ഡക്ക് അടിച്ചാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനോട് വിട പറഞ്ഞത്. തുടർഭരണമെന്നും 80-ലധികം സീറ്റുകളെന്നും മനക്കോട്ട കെട്ടിയ നേതൃത്വത്തിനെ പരാജയത്തെക്കാൾ വിഷമിപ്പിക്കുന്നത് ഈ പൂജ്യങ്ങൾ തന്നെ. ന്യൂസ് ഡെസ്ക്. മറ്റു വാർത്തകൾ ചുരുക്കം. കൊച്ചി വൈറ്റ്ലയ്ക്ക് സമീപം ചമ്പക്കര കനാലിൽ ബാർജിലുണ്ടായ അമോണിയ ചോർച്ച നിയന്ത്രണ വിധേയമാക്കി. അമോണിയ ചോർച്ചയെ തുടർന്ന് ഒഴിപ്പിച്ച പരിസരവാസികൾക്ക് വീട്ടിലേക്ക് മടങ്ങാമെന്ന് അധികൃതർ അറിയിച്ചു. 66 യാത്രക്കാരുമായി പാരീസിൽ നിന്ന് കെയ്റോയിലേക്ക് പോയ ഈജിപ്ത് വിമാനം കാണാതായി. മെഡിറ്ററേനിയൻ ഈജിപ്ത് വ്യോമയാന മേഖലയിൽ പ്രവേശിച്ച ശേഷം വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായെന്ന് അധികൃതർ അറിയിച്ചു. ഇന്ത്യയിൽ താപനില സർവ്വകാല റെക്കോർഡിട്ടു. കഴിഞ്ഞ ദിവസമാണ് ഫലോഡിയയിലെ താപനില റെക്കോർഡിലെത്തിയത്.